തമിഴ്നാട് കോത്തഗിരിയിൽ കടുവയിൽ നിന്ന് രക്ഷ നേടി പുള്ളിപ്പുലി മരത്തിൽ കയറി. അതുകൊള്ളാം. കടുവയിൽ നിന്ന് രക്ഷ നേടി പുള്ളിപ്പുലി മരത്തിൽ കയറി. തേയിലത്തോട്ടത്തിലെ പാറപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന പുള്ളിപ്പുലിക്ക് പിന്നാലെയാണ് കടുവ എത്തിയത്. കടുവ മടങ്ങിപ്പോകുന്നതുവരെ പുള്ളിപ്പുലി മരത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ചു. പേര് പുള്ളിപ്പുലി എന്നൊക്കെയാ. കടുവ വന്ന സ്ഥലമിടും. പ്രദേശവാസികൾ പകർത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. പാറപ്പുറത്ത് വിശ്രമിക്കുന്ന പുള്ളിപ്പുലി കടുവയെത്തുന്നതോടുകൂടി പുള്ളിപ്പുലി ഒരു വോക്കങ്ങ് പോയി. കടുവയെ പുള്ളിപ്പുലിക്ക് പേടിയോ? അപ്പോൾ നമുക്കൊപ്പം ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, അങ്ങനെ വരുമോ? ഈ പുള്ളിപ്പുലിയും കടുവയും തമ്മിലുള്ള ഒരു സഹജീവി ബന്ധമനുസരിച്ച് രണ്ട് ഒരേ മാർജാന വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഈ കടുവ പുള്ളിപ്പുലി ആക്രമിക്കാറുണ്ടോ? ദീപമോഹന്റെ ഒരു വന്യജീവി ബോധം എങ്ങനെയാണ്? നമ്മുടെ പുള്ളിപ്പുലി ഓടി രക്ഷപ്പെട്ടു എന്നാണല്ലോ കേട്ടത്. ദാ ഓടിക്കേറിയ വെച്ച് നോക്കി. ആ കയറ്റം കണ്ടാൽ കടുവയെ പേടിയാണ് പുള്ളിപ്പുലിക്കെന്ന് തോന്നും. അമ്മാതിരി കയറ്റമാണ് കയറിയത്. ദീപക്, അരുൺകുമാർ, അതായത് മാർജാര കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും തുടരാം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ മരങ്ങളിലൊക്കെ തന്നെ തേയിലത്തോട്ടങ്ങളിലൊക്കെയുള്ള മരങ്ങളിലൊക്കെ പുലി കയറുന്ന ദൃശ്യങ്ങളൊക്കെ മുൻപ് നമ്മൾ വാർത്തയാക്കിയതാണ്. വയനാട്ടിലേക്ക് അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ മുൻപും നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ കടുവയെ സംബന്ധിച്ചിടത്തോളം മരങ്ങളിൽ അങ്ങനെ കടുവകൾ കയറുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട് കോത്തഗിരിക്കടുത്തുള്ള കടബെട്ടു എന്ന് പറയുന്ന പ്രദേശത്താണ്. തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു പാറയ്ക്ക് മുകളിൽ ഈ പുള്ളിപ്പുലി വിശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് തൊട്ട് പിന്നാലെ ഒരു കടുവ എത്തിയത്. ആ സമയത്ത് അവിടെയുള്ള പ്രദേശവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ആ പുലി അവിടെ നിന്ന് കടുവ തൊട്ട് പിന്നാലെ എത്തിയ സമയത്ത് പുലി പ്രാണരക്ഷാർത്ഥം ഓടി തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരത്തിന് മുകളിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങൾ കാണാം. പക്ഷേ അതിന് തൊട്ട് താഴെ എത്തിയ കടുവ മരത്തിന് താഴെ തന്നെ നിൽക്കുകയായിരുന്നു. കുറച്ചധികം സമയം ഈ കടുവ പുലിയെ കാത്ത് മരത്തിന് താഴെ നിന്ന് ഒടുവിൽ നിരാശനായി തിരികെ മടങ്ങി എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ അടക്കം പറയുന്നത്. കാണുമ്പോൾ വളരെ കൗതുകമുള്ള ദൃശ്യങ്ങളാണെങ്കിലും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട്. ആ മേഖല തേയിലത്തോട്ടം മേഖലയാണ്. തേയിലത്തോട്ടം തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയത്. നേരത്തെ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും കടുവ ഈ മേഖലയിൽ ആദ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വിവരം അറിയിച്ചതിനനുസരിച്ച് വനംവകുപ്പ് ജീവനക്കാർ ആ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അരുൺകുമാർ, ഓക്കെ. സാധാരണ കടുവയും പുലിയും തമ്മിൽ അങ്ങനെ ഏറ്റുമുട്ടാറുണ്ടോ എന്നുള്ളതാണ്. രണ്ടുപേരും ഈ ഇരപിടിയുന്ന കൂട്ടത്തിൽ മറ്റുള്ളവർക്കൊക്കെ ഭീഷണിയാണെങ്കിലും ഈ കടുവയാണല്ലോ പുള്ളിപ്പുലിയേക്കാൾ കാടിൻ്റെ എല്ലാം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. മാത്രമല്ല ഈ പുള്ളിപ്പുലിയും കടുവയും തമ്മിലുള്ള ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സ്ഥലത്ത് നീ അങ്ങനെ ആളാവണ്ട, ഞാനുണ്ട് ഇവിടെ എന്നുള്ളതാണ്. ഏകദേശം ഒരേ ഇരകളെ തന്നെയാണല്ലോ ഇവർ ലക്ഷ്യമിടുന്നതും. അപ്പോൾ ഇരകളെ കിട്ടുന്നതിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ കടുവയും പുള്ളിപ്പുലിയും തമ്മിൽ ഒരു ചെറിയ സംഘർഷം ഉടലെടുക്കും. അതാണ് ഒരു പക്ഷേ ഉള്ളത്. അല്ലാതെ പുലിയെ പിടിച്ചു കൊന്ന് കടുവ അടിച്ചു മാറ്റാനല്ല. പകരം അവിടെയുള്ള ഇരകളുടെ ക്ഷാമം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തങ്ങളുടെ ടെറിട്ടറിയിൽ പുള്ളിപ്പുലി കയറിയാൽ ചിലപ്പോൾ കടുവ അടങ്ങിയിരിക്കണം എന്നില്ല. ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ അറ്റാക്ക് നടക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളത് കണ്ടിട്ടില്ല, കടുവയും പുള്ളിപ്പുലിയും. എന്തായാലും പുള്ളിപ്പുലി പോയ ഓക്കെ അല്ലേ, ഒരൊറ്റ പേര് പുള്ളിപ്പുലി. കടുവയെ കണ്ടപ്പോൾ പുള്ളി അപ്രത്യക്ഷമായി.